ഹലോ എവ്രി വൺ, വെൽക്കം ടു ലേൺ ബൈസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റിംഗ് ഓഫ് സർവീസിലെ പാർട്ട് 2 ആണ്, യൂണിറ്റ് 1ന്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, എന്താണ് സർവീസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ സർവീസ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണെന്നാണ് നോക്കിയത്. സോ ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആക്കിയിട്ട് ഓരോ സെക്ടറിന്റെ ഒരു ഓവർവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യ പോലെ ഒരു ഡെവലപ്പിംഗ് നേഷനിലേക്ക് ഇന്ന് സർവീസ് സെക്ടറാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്, GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് സർവീസ് സെക്ടറിന്റെ ഡിഫറെന്റ് ഏരിയാസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്തും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, സോഫ്റ്റ്വെയറുകൾ എക്സ്പോർട്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഹെൽത്ത് കെയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സ് ആയിട്ടുള്ള ആയുർവേദ, യുനാനി, ഇതെല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ റെസിഡൻസ് മാത്രമല്ല നമ്മുടെ ഫോറിനേഴ്സും എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വരുന്നുണ്ട്. ഒരു ഇന്ത്യനെ ഒരു ഹെൽത്ത് കെയർ ഹബ് ആക്കിയിട്ടൊക്കെ മാറ്റി തുടങ്ങി. അതുപോലെ എഡ്യൂക്കേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാർ മാത്രമല്ല ഫോറിനേഴ്സും എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഇന്ത്യയുടെ സ്കൂൾസിലാവട്ടെ അതുപോലെ തന്നെ കോളേജസിലാവട്ടെ എൻറോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവർ ഉണ്ട് എന്നുള്ളത് ഇന്ത്യക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവർ ഉള്ളതുകൊണ്ട് തന്നെ ഡിഫറെന്റ് രാജ്യങ്ങളിൽ നല്ല ഹൈ പൊസിഷൻസിൽ ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. പല ഫീൽഡിലും വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഇന്ത്യക്കാർ പുറമെ രാജ്യങ്ങളിൽ പോയിട്ട്. അതേപോലെ തന്നെ നല്ല ഹൈ പൊസിഷൻസിലും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ CEO പോസ്റ്റിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ ചെയ്ത് തുടങ്ങി. കാരണം എന്താണ്, ഒരു നല്ല കേപ്പബിലിറ്റി ഉള്ള നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കണ്ടതുകൊണ്ടാണ്. സോ ഇതൊക്കെ എന്താണ്, നമ്മുടെ സർവീസ് സെക്ടറിന്റെ ഒരു ഗ്രോത്ത് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിലിംസ് ഒക്കെ, നമ്മുടെ ഇന്ത്യൻ ഫിലിംസ് ഒക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെസ്റ്റ് ഏഷ്യ, അഫ്ഗാനിസ്ഥാൻ, അവിടെ ഒക്കെ എന്തായി തുടങ്ങി, പോപ്പുലറായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി, ഇപ്പൊ നമ്മുടെ സർവീസ് സെക്ടറിൽ തന്നെ GDP-യിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ടൂറിസം ആണ്. ടൂറിസം നമ്മുടെ ഇന്ത്യത്തെ ആൾക്കാർക്ക് മാത്രമല്ല ഫോറിനേഴ്സിനെ നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് പറ്റുന്ന നല്ല നല്ല പാക്കേജസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടൂറിസം സെക്ടർ വളരുമ്പോൾ, എല്ലാ സെക്ടേഴ്സും വളരുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിലൂടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാമാണ് ഒരു മൊത്തത്തിൽ ഒരു സർവീസ് സെക്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇന്ത്യയിൽ ഇവർ മുന്നേ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് എത്രയോ ബെറ്റർ ആക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള സർവീസ് സെക്ടർ ഇന്ത്യയിൽ നിന്ന് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി IT BPM സർവീസിനെ പെർട്ടിക്കുലർലി എടുത്ത് നോക്കുമ്പോൾ, IT BPM എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ്, ബിസിനസിന്റെ ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് BPM സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ IT BPM സർവീസ് സെക്ടറിലും ഇന്ത്യ നല്ലൊരു ലാർജർ സർവീസ് സെക്ടർ ആയിട്ട് തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ഗ്രേറ്റർ, അതായത് മോർ ദാൻ 51% നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ഹൈ ഏതാണെന്ന് ചോദിച്ചാൽ IT BPM സർവീസിലാണ്. അതേപോലെ തന്നെ അതിന്റെ റവന്യൂ ഇപ്പൊ 2020-21 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അത് 2.1% വെച്ചിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ IT സെക്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ എക്സ്പോർട്ടും ഇതുപോലെ ഏതാണ്ട് ഒരു റവന്യൂവിൽ ഇൻക്രീസ് എത്രയാണോ അത്രത്തോളം തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, എക്സ്പോർട്ട് നല്ല രീതിയിൽ IT സെക്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ് സെക്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. സോ നല്ല രീതിയിൽ IT BPM എന്നുള്ള സർവീസ് സെക്ടർ നല്ല റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ എക്സ്പോർട്ടും ഈ ഒരു മേഖലയിൽ എങ്ങനെയെന്ന് നോക്കിയാൽ നല്ല രീതിയിലുള്ള ഒരു എക്സ്പോർട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു പിക്ചറിൽ, ഈ ഒരു ഡയഗ്രത്തിൽ ഇതാണ് ഡെപിക്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞ കണക്ക് പ്രകാരം 2020-21 പീരിയഡിൽ 2.1% വെച്ചിട്ട് ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ്. ഇപ്പൊ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ഇപ്പൊ നമുക്ക് ആലോചിക്കാൻ പറ്റില്ലേ, ഫോൺസും ഇന്റർനെറ്റും ഒന്നും ഇല്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലേ. ആൻഡ് മിക്ക സർവീസും നമുക്ക് ഇന്ന് ഓൺലൈനായിട്ട് അപ്ലിക്കബിൾ ആണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ ആവട്ടെ, അതുപോലെ ട്രേഡിംഗ് ആവട്ടെ, അതേപോലെ ഗവേണൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആധാർ, അങ്ങനത്തെ പല രീതിയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള സംഭവങ്ങളും എല്ലാം നമുക്ക് എന്താണ്, ഈ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിലൂടെ എനേബിൾ ആയിട്ടുള്ളതാണ്. ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടർ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോകാനും പറ്റിയിട്ടുള്ളത്. ഇപ്പൊ ഏതൊരു ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ട്രേഡ്, ഏതൊരു മേഖല എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടർ വന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അതിനൊക്കെ ഡിജിറ്റലി അവൈൽ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഓവറോൾ ആയിട്ട് നമുക്ക് ഈ 2020-21 പീരീഡിൽ ടെലികോം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 120 മില്യൺ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.
സോ ഇതൊരു വലിയൊരു ഹ്യൂജ് സർവീസ് സെക്ടറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് ഏതെന്ന് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ടൂറിസം. നമ്മൾ നേരത്തെയും പറഞ്ഞു ടൂറിസം നല്ല രീതിയിൽ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതില് പബ്ലിക് ഇനീഷ്യേറ്റീവ് ഓഫ് കോഴ്സ് ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സ് ഇന്ന് നല്ല രീതിയിൽ, അതായത് പ്രൈവറ്റ് സെക്ടറിലേക്കും ഈ ടൂറിസം മേഖല തുറന്നു കൊടുത്തു വരുന്നത് മറ്റൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോ ഇതുപോലെ ഈ ടൂറിസം സെക്ടറോട് വന്നതോടുകൂടി നല്ലൊരു ഹെൽത്തും മെഡിക്കൽ ഫെസിലിറ്റിയും കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ടൂറിസം ഫെസിലിറ്റി എനേബിൾ ചെയ്യാനൊക്കെ എന്ത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഇന്ത്യയിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ടൂറിസം സെക്ടർ എന്ന് മാത്രമല്ല നല്ലൊരു ഹെൽത്ത് ഹബ് ആക്കുക, അതെല്ലാം ഈ ടൂറിസത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ നല്ല റിസോർട്ട്, ഇപ്പൊ നല്ല സ്പാ ഒക്കെ എനേബിൾ ചെയ്യുന്ന നല്ല രീതിക്കുള്ള റിസോർട്ടൊക്കെ, അങ്ങനത്തെ ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊണ്ടുവരുന്ന രീതിയിൽ നല്ല കാണുമ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ട് ചെയ്യുന്ന ഏരിയയിലൊക്കെ അങ്ങനത്തെ സിസ്റ്റം കൊണ്ടുവരിക. സോ ആ രീതിക്കൊക്കെ നമ്മുടെ ടൂറിസം വളർന്നു എന്നുള്ളതാണ്. പോപ്പുലർ ഫോർ മെഡിക്കൽ ടൂറിസം. നമ്മുടെ മെഡിക്കൽ ടൂറിസം ആണ്, ചുമ്മാ ഒരു ടൂറിസം മാത്രമേ ഒരു സൈറ്റ് സീയിങ് മാത്രമല്ല, മെഡിക്കൽ ടൂറിസം വന്ന് കാണാം, അതേപോലെ തന്നെ അവിടെ നല്ല രീതിക്കുള്ള ഒരു ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട്. സോ അത്തരത്തിൽ ഇന്ത്യയിൽ പോപ്പുലർ ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. And the Ministry of Tourism has designated medical and wellness tourism including ആയുർവേദം. അപ്പൊ മെഡിക്കൽ ടൂറിസത്തിന് ഒന്നും കൂടി കുറച്ചും കൂടി നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ആയുർവേദം, അത്തരത്തിലുള്ള മെഡിക്കൽ ആൻഡ് വെൽനസ് ടൂറിസത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ in order to improve the infrastructure of pilgrimage എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈ റിലീജിയസ് സ്പോട്ടൊക്കെ കാണാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് ടൂറിസം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മിഷൻ ഇറക്കിയിട്ടുണ്ട്. ആ മിഷന്റെ പേരാണ് നാഷണൽ മിഷൻ ഓൺ പിൽഗ്രിമേജ് റെജുവിനേഷൻ ആൻഡ് സ്പിരിച്വൽ ഹെറിറ്റേജ് ഓഗ്മെന്റേഷൻ ഡ്രൈവ്, PRASHAD എന്നതാണ് അതിനെ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത്. ഇത് 2015 നമ്മുടെ മിനിസ്ട്രി ഓഫ് ടൂറിസം ഇറക്കിയിട്ടുള്ള ഒരു മിഷനാണ്. ആൻഡ് ഈ മിഷൻ പ്രകാരം പിൽഗ്രിമേജ് വരുന്ന ആൾക്കാർക്ക്, അതായത് റിലീജിയസ് സ്പോട്ടിലേക്ക് വരുന്ന ആൾക്കാർക്ക് നല്ല രീതിക്കുള്ള ഒരു അക്കോമഡേഷൻ, അതല്ലെങ്കിൽ നല്ല രീതിയിൽ അവരെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്ന നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഓരോ സ്കീംസ് ആണ് ഈ പ്ലാനിലൂടെ ഇറക്കിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മിനിസ്ട്രി ഓഫ് ടൂറിസം ഹാസ് ഡെസിഗ്നേറ്റഡ് 15 തീം സർക്യൂട്ട്സ് ഫോർ ഡെവലപ്മെന്റ് അണ്ടർ ദ സ്വദേശ് ദർശൻ സ്കീം. മറ്റൊരു സ്കീമാണ് സ്വദേശ് ദർശൻ സ്കീം. ഇത് പ്രകാരം ഒരു 15 സ്കീം, ഈ സ്കീം 15 തീം സ്കീംസ് ഉണ്ട്. ഈ സ്കീമൊക്കെ ഒരു നേച്ചർ, അതുപോലെ സ്പിരിച്വാലിറ്റി, അതിനൊക്കെ റിവോൾവ് ചെയ്യുന്ന രീതിക്കുള്ള കുറെ പ്ലാനുകളാണ്. അത്തരത്തിൽ 15 തീം സർക്യൂട്ട്സ് ഇറക്കിയിട്ടുണ്ട്. ഏത് സ്കീം പ്രകാരം? സ്വദേശ് ദർശൻ സ്കീം പ്രകാരം. അപ്പൊ നമ്മുടെ ഇന്ത്യത്തെ മിനിസ്ട്രി ഓഫ് ടൂറിസം ചെറിയ കാര്യങ്ങളല്ല ചെയ്യുന്നത്, നല്ല രീതിയിൽ ഇപ്പോ പിൽഗ്രിമേജ് വരുന്ന ആൾക്കാർ, റിലീജിയസ് സ്പോട്ട് കാണാൻ വരുന്ന ആൾക്കാർക്കാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് രീതിക്കുള്ള പ്ലാനുകൾ, ഇപ്പൊ നേച്ചറിനെ റിലേറ്റ് ചെയ്തിട്ടും സ്പിരിച്വാലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും പല രീതിക്കുള്ള തീം ബേസ്ഡ് ചെയ്തിട്ടുള്ള സ്കീംസും ആരിറക്കിയിട്ടുണ്ട്, മിനിസ്ട്രി ഓഫ് ടൂറിസം ഇറക്കിയിട്ടുണ്ട്. And these circuits include of all the nations religious, spirituals, cultural, national. അതാണ് പറഞ്ഞത്, ഈ ഒരു സർക്യൂട്ട്സിൽ, ഈ ഒരു തീം ബേസ്ഡില് അവര് എല്ലാ റിലീജിയനെയും എല്ലാ കൾച്ചറിനെയും എല്ലാ ആൾക്കാരിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിക്കുള്ള സ്കീമാണ് ഇറക്കിയിട്ടുള്ളത്. ഇതാണ് അതിന്റെ ഒരു പിക്ചർ. സ്വദേശ് ദർശൻ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ഒക്കെ പാർട്ടായിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. According to the plan, the ministry is creating these theme circuits based on the integrated concept high tourism value. നല്ല ടൂറിസം വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ, നല്ല കോമ്പറ്റീറ്റീവ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കോണമി, ഇന്ത്യനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കോണമി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എയിം ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ടൂറിസം നല്ല രീതിയിൽ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പല സ്കീമുകളും കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യത്തെ ടൂറിസം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്റ്റാർട്ടപ്പ്. ഇപ്പൊ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് നല്ല ക്രിയേറ്റീവ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഒക്കെ ഉള്ള ആൾക്കാരെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. അവർക്കൊരു ഓണ്ടർപ്രണർഷിപ്പ്, അവരുടെ കഴിവ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പിന്റെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടപ്സ് കൂട്ടിയിട്ടുണ്ട്. And in January 10, 2022, India has recognized more than 61,400 startup. അപ്പോ ഒരു 2022 ആയപ്പോഴത്തേനും ജാനുവരി മാസത്തിൽ നമുക്ക് എത്രത്തോളം സ്റ്റാർട്ടപ്പ് ഉണ്ടായിട്ടുണ്ട്? മോർ ദാൻ 61,400 സ്റ്റാർട്ടപ്സ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ 44 സ്റ്റാർട്ടപ്സിന് ഒരു യൂണിക്കോൺ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. യൂണിക്കോൺ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു ബില്യൺ കണക്കിലൊക്കെ പറയുന്നതാണ്.
സോ അത്തരത്തിൽ എത്രയും ബില്യൺ ഒക്കെ എത്തുന്നവർക്ക് കൊടുക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണ് യൂണിക്കോൺ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ 44 സ്റ്റാർട്ടപ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ യൂണിക്കോൺ സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് UK പാസ് ചെയ്തിട്ട് അത് 3rd ഹയസ്റ്റ് കൺട്രി ഇൻ ദ ടേംസ് ഓഫ് യൂണിക്കോൺ പോപ്പുലേഷൻ. ഇപ്പൊ നല്ല രീതിക്കുള്ള സ്റ്റാർട്ടപ്പ് ആയിട്ട് UK പാസ് ചെയ്തിട്ട് എന്തായി മാറിയിട്ടുണ്ട്, ഇന്ത്യ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ ഹാഡ് 83 യൂണിക്കോൺ വാല്യൂഡ് അറ്റ് എ ടോട്ടൽ ഓഫ് $277.77 billion as of January 14, 2022. 2022 83 യൂണിക്കോൺസിന്റെ ടോട്ടൽ വാല്യൂ എത്രയെന്നാണ് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അടുത്തൊരു സർവീസ് സെക്ടർ ആണ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേ സർവീസ്. അപ്പോ ഇന്ത്യ ഈ പോർട്ടിന്റെ കേസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് കാർഗോ സിസ്റ്റം ഇന്ത്യക്ക് ഇപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പോർട്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. 90% ഓഫ് എക്സ്പോർട്ട് ഇമ്പോർട്ട് കാർഗോ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ഇന്ത്യത്തെ പോർട്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. And as of March 2021, all of these ports combined cargo capacity was 1,246.86 million tons per annum. അപ്പോൾ 2021 മാർച്ചിലെ കണക്ക് പ്രകാരം എത്രത്തോളമാണ് ഈ പോർട്ടുകൾ കമ്പൈൻ ചെയ്ത അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി ഓഫ് കാർഗോ എത്രത്തോളം കാർഗോ കണ്ടെയ്ൻ ചെയ്തു എന്നുള്ളൊരു കണക്കാണ് പറയുന്നത്. ആൻഡ് അത് 2014 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം, ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. And the Ministry of Ports, Shipping and Waterway flagship initiated the Sagarmala program, which aimed to encourage port-led growth in India. ഇപ്പൊ സാഗർമാല പ്രോഗ്രാം എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു പോർട്ട്, അതായത് എക്സ്പോർട്ടിന്റെ ഗ്രോത്ത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സാഗർമാല പ്രോജക്റ്റ് ഒക്കെ ഇറക്കിയിട്ടുള്ളത്. ഈ സാഗർമാലന്റെ മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോജിസ്റ്റിക്സിന്റെ ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അത് ഇന്റർനാഷണൽ ആവട്ടെ ലോക്കൽ ട്രേഡ് ഒക്കെ നടത്തുമ്പോൾ അതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സാഗർമാല പ്രോജക്ട് മിനിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടില്ല. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന സാഗർമാലയുടെ ഒരു പിക്കാണ്. ആൻഡ് അറ്റ് പ്രസന്റ് ദ സാഗർമാല പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് 802 പ്രോജക്ട്സ്. അപ്പൊ ഒന്ന് മൊത്തത്തിലൊരു 802 പ്രോജക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സാഗർമാല പ്രോജക്ട്സിലുണ്ട്. അതിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 5.53 lakh crore ആണ് അതിന്റെ ഇത്രയും പ്രോജക്ട്സിന് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ പോർട്ടും ഷിപ്പിംഗ് വാട്ടർ സർവീസിലൊക്കെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്പേസ് സെക്ടർ ആണ്. അപ്പോ ഇന്ത്യയിലെ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ഹാസ് എക്സ്പാൻഡഡ് സിഗ്നിഫിക്കന്റ്ലി സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ഇൻ ദ 1960. ഇപ്പൊ 1960 സമയത്താണ് ഒരു സ്പേസിന്റെ ഇത് വരുന്നത്, നമ്മുടെ ഇന്ത്യയിലെ സ്പേസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ സ്പേസ് പ്രോഗ്രാം ലേറ്ററിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. The capability have been established in the space industry across all the sector under the Department of the Space. So, Department of Space ആണ് ഇതെല്ലാം എല്ലാ കേപ്പബിലിറ്റി സ്പേസ് റിലേറ്റഡ് എല്ലാ സാറ്റലൈറ്റ്സും അങ്ങനത്തെ എല്ലാ രീതിയിലും എന്ത് ചെയ്യുന്നത്, അതിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നതും അതിന്റെ എങ്ങനെയൊക്കെ കപ്പാസിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള എല്ലാ കപ്പാസിറ്റീസും ഇൻക്രീസ് ചെയ്യാനും നോക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്തിന്റെ കീഴിലാണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. ആൻഡ് അതിൽ എല്ലാ രീതിക്കുള്ള സ്പേസ് ഫെസിലിറ്റീസ് വരുന്നുണ്ട്. സ്പേസ് പ്രോഗ്രാം ലൈക്ക് അത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പേസ് പ്രോഗ്രാമുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, സ്പേസ് അസറ്റ്സ് ലൈക്ക് സാറ്റലൈറ്റ് ഫ്ലീറ്റ് യൂസ് ഫോർ എർത്ത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സാറ്റലൈറ്റ് ഫ്ലീറ്റ്. അതേപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, മെറ്റീരിയോളജി, നമ്മുടെ വെതറൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അങ്ങനെ പല രീതിക്കുള്ള സ്പേസ് പ്രോഗ്രാംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്പേസ് സെക്ടർ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഗവൺമെന്റ് മാത്രം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. ബട്ട് ഇപ്പൊ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പ്രൈവറ്റ് സെക്ടറിനും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, തുറന്ന് കൊടുത്തിട്ടുണ്ട്. In 2020, the government implemented reforms in the space sector that called for the private sector to participate in space exploration and the provision of space-based services. So 2020 ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്, സർവീസ് സെക്ടറിനെ പ്രൈവറ്റ് സെക്ടറിലേക്ക് തുറന്ന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആസ് എ പാർട്ട് ഓഫ് ദീസ് റിഫോം, ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇൻ ദിസ് സെക്ടർ, the New Space India Limited was given the authority to own the operational launch vehicles and the space asset of ISRO. So 2020 ഗവൺമെന്റ് സ്പേസ് സെക്ടറിൽ ഇറക്കിയിട്ടുള്ള റിഫോംസ് പ്രകാരം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന് എന്ത് കൊടുത്തിട്ടുണ്ട്, ഈ സ്പേസ് അസറ്റ്സ് ഒക്കെ ഇന്ത്യൻ ഓൺ ചെയ്യാനുള്ള ഒരു റൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടാറ്റ സ്കൈ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ NSIL ആയിട്ട് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്.
അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ നോൺ ഗവൺമെന്റിലും അതുപോലെ പ്രൈവറ്റ് എന്റിറ്റീസിന്റെയും ഈ സ്പേസ് സെക്ടറിലുള്ള പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു സെന്റർ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ആ സെന്ററിന്റെ പേരാണ് ദ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ എന്നുള്ളത്. ഇറ്റ് എനേബിൾ ദ പ്രൈവറ്റ് സെക്ടർ ടു യൂസ് ദ കോസ്റ്റ്ലി ഡിഒഎസ് ഓൺ ഫെസിലിറ്റീസ് അറ്റ് എ ഫെയർ പ്രൈസ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഓൺ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സും ഒരു ഫെയർ പ്രൈസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഈ നോൺ ഗവൺമെന്റ് പ്രൈവറ്റ് എന്റിറ്റീസിന് ത്രൂ ഏത് സെന്റർ? ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ഓതറൈസേഷൻ സെന്റർ വഴി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 40ഓളം പ്രപ്പോസൽസ് ഈ ഒരു സെന്റർ വഴി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈവറ്റ് സെക്ടർ കൂടി എൻ്റർ ചെയ്തപ്പോൾ കൂടുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്പേസ് സെക്ടറിലേക്ക് കൂടുതൽ പ്രോജക്ട്സ് വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ currently only make up approximately 2% of the space economy, well behind the major players of the United States and China. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും ചൈനയ്ക്ക് പിന്നിൽ നല്ല രീതിയിൽ ഒരു സ്പേസ് പ്രോഗ്രാം എനേബിൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പേസ് സെക്ടറിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. നമ്മുടെ ഹെൽത്ത് കെയർ സർവീസ് സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ അലോപ്പതി ആവട്ടെ അതേപോലെ ആയുർവേദ യുനാനി അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഏതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു ഹെൽത്ത് ഹബ്ബാക്കിയിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്കുള്ള റവന്യൂ ഹെൽത്ത് സെക്ടർ ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഗ്രോയിങ് അറ്റ് എ CAGR of 22% since 2016, employing 4 million directly. അപ്പോൾ 2016 മുതൽ 22%ഓളം വെച്ചിട്ടാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഒരു 2017-2022 പീരിയഡിൽ ഒരു അറൌണ്ട് ഒരു 5 lakh പെർ ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ജോബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ അവിടെ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്, ഡയഗ്നോസ് ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്, അതേപോലെ മെഡിക്കൽ ഇൻഷുറൻസ്, ടെലിമെഡിസിൻസ്, ഇത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആയിട്ട് അവൈലബിൾ ആണ്. ആൻഡ് ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ ഹെൽത്ത് കെയർ സെക്ടറിലും ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി അതിൽ റിഫോർമേഷൻസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഹോസ്പിറ്റൽസിൽ ഫോറിൻ ഡയറക്ട് 10% ആക്കിയിട്ട് ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫാർമസ്യൂട്ടിക്കലിന്റെ കേസിൽ ഇതുപോലെ ഗ്രീൻഫീൽഡ് പ്രോജക്ട്സ്, പുതിയ പ്രോജക്ട്സ് ആണെങ്കിൽ 100%, പഴയ പ്രോജക്ട്സിൽ ഇൻവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 74% ഗവൺമെന്റ് അലോ ചെയ്തിട്ടുണ്ട്. ആൻഡ് വേറൊരു നമ്മുടെ ഒരു മിഷനാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. അതായത് ഒരു സെൽഫ് റിലയന്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ മൊത്തത്തിലെ ഹോസ്പിറ്റൽസിന്റെ ഹെൽത്ത് കെയറിന്റെ കാര്യത്തിൽ ഒരു സെൽഫ് റിലയന്റ് ആയിരിക്കുക എന്ന് കൊണ്ട് ഇറക്കിയ ഒരു മിഷനാണ്, ഒരു പാക്കേജ് ആണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. അതിൽ ഇതുപോലെ ഒരു പ്രോഡക്റ്റ് ലിങ്ക് ഇൻസെന്റീവ്സ് പല രീതിക്കുള്ള സ്കീമുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിക്കുള്ള ഈ മെഡിസിൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീം, ഇൻസെന്റീവ് ബേസ് ചെയ്തിട്ടുള്ള സ്കീമൊക്കെ ഇറക്കിയിട്ടുണ്ട്. ദെൻ ഇന്ത്യ is working towards becoming a hub for spiritual and wellness tourism as a country has much to offer in Ayurveda and yoga. നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദയിലും യോഗയിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന്റെ അത്തരത്തിലുള്ള ഒരു ഹബ്ബായിട്ട് മാറാൻ കൂടി ഇന്ത്യ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ്. അപ്പോൾ നമുക്ക് പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ പാർട്ടിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു മിഷനായിട്ട് എല്ലാ ഏരിയാസിലും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് ഇതാക്കിയിട്ട് നമുക്ക് നല്ല രീതിക്കുള്ള ഹെൽത്ത് കെയർ ചെക്കപ്പും ഒരു പ്രൈമറി സ്റ്റേജിലുള്ള ഹെൽത്ത് കെയർ ഒക്കെ തരാൻ വേണ്ടിയിട്ടുള്ള രീതിക്കുള്ള നെറ്റ്വർക്ക്സ് ഒക്കെയാണ് ഇന്ന് എനേബിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്രധാനമന്ത്രി JAY പറഞ്ഞ ജൻ ആരോഗ്യ യോജന, അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം ആണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം വന്നതോടുകൂടി നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജും ഉണ്ട്, ആസ് വെൽ ആസ് എന്തും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല രീതിക്കുള്ള ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ പോസിബിൾ ആയിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസ്. ഫിനാൻഷ്യൽ സർവീസും ഒരു സർവീസ് സെക്ടർ തന്നെയാണ്. നമുക്ക് ഇന്നറിയാം ഫിനാൻഷ്യൽ സർവീസ് നമ്മുടെ ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഫുൾ എന്തിലേക്ക് മാറിയിട്ടുണ്ട്? ഡിജിറ്റൽ പേയ്മെന്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ എക്കോണമിയിലേക്ക്
ഫിനാൻഷ്യൽ മാറ്റേഴ്സും നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മുടെ ബാങ്കിങ് കാര്യങ്ങളാവട്ടെ, നമുക്ക് ഇതുപോലെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ആദ്യകാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബാങ്കിൽ പോയിട്ട് ക്യാഷ് എടുക്കണമായിരുന്നു. പിന്നെ ATM വന്നപ്പോൾ ATM കൗണ്ടേഴ്സിൽ പോയിട്ട് ക്യാഷ് എടുക്കണമായിരുന്നു. പിന്നെ ഡെബിറ്റ് കാർഡ് വന്നു, ക്രെഡിറ്റ് കാർഡ് വന്നു. ക്രെഡിറ്റ് കാർഡ് വന്നപ്പോൾ നമ്മുടെ കയ്യിൽ ബാലൻസ് ഇല്ലെങ്കിലും കൂടി നല്ലൊരു ഗുഡ് കസ്റ്റമർ ഇൻ ദ ഐസ് ഓഫ് ദ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റിയിരുന്നു, നമുക്ക് വിഡ്രോ ചെയ്യാം. ഡെബിറ്റ് കാർഡ് വന്നപ്പോൾ നമ്മൾ എവിടെ പോയി ഷോപ്പ് ചെയ്യണമെങ്കിലും നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ എത്രയുണ്ടോ അത്രയും വെച്ചിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേറെ എവിടെയും പോയി ക്യാഷ് എടുക്കണ്ട. അത്ര രീതിക്ക് നമ്മളെ നല്ല രീതിക്ക് നമുക്ക് ഈസി ഷോപ്പിങ്ങും ഈസി എല്ലാ കാര്യങ്ങളും ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സർവീസസ് മാറിയിട്ടുണ്ട്. And with the opening of the banking sector to foreign competition, liberalized regulatory firms. And വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ആദ്യം നമുക്ക് എല്ലാം എന്തായിരുന്നു, ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് വേണമായിരുന്നു. പിന്നെ LPG പോളിസി വന്നപ്പോൾ എല്ലാ സെക്ടേഴ്സിനും എന്ത് ചെയ്തു, ഡീറെഗുലേഷൻ ചെയ്തു. അതുപോലെ ബാങ്ക്സിനൊക്കെ ഡീറെഗുലേഷൻ ചെയ്തപ്പോൾ കൂടുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രൈവറ്റ് സെക്ടേഴ്സ് വരാൻ തുടങ്ങി. ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് പല രീതിക്കുള്ള സ്കീമുകളും ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പല രീതിക്കുള്ള കാര്യങ്ങളും, അത് ഇൻഡിവിജ്വലിനും കോർപ്പറേറ്റ്സിനും അങ്ങനെ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് അവർ തൊടാത്ത, അതായത് ബാങ്കിങ് സെക്ടറിനെ റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മേഖലകളും ടച്ച് ചെയ്തുകൊണ്ട് ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ബാങ്ക്സ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഇപ്പൊ നമുക്ക് ഈ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് പറഞ്ഞാൽ UPI ID വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസാക്ഷൻസ് ചെയ്യാം. മറ്റത് നമുക്ക് ബാങ്ക് അക്കൗണ്ട് അടിക്കണം, ഡീറ്റെയിൽസും IFSC കോഡ് അങ്ങനത്തെ ഒക്കെ ചെയ്യണമായിരുന്നു. പക്ഷെ ഈ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് വന്നതോടുകൂടി നമുക്ക് കുറച്ചും കൂടി ട്രാൻസാക്ഷൻസ് ഈസിയർ ആയി ട്രാൻസാക്ഷൻസിന്റെ വോളിയം കൂടി എന്നുള്ളതാണ്. ഇപ്പോ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്റ്റാർട്ടപ്പ് ആർ ഇംപ്രൂവിംഗ് ദിയർ ടെക്നോളജി ആൻഡ് എക്സ്റ്റെൻഡിംഗ് റിമോട്ട് സർവീസസ് ആസ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ബിക്കം മോർ കമ്പ്യൂട്ടറൈസ്ഡ്. അതേപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ മറ്റേതൊക്കെ ഒരു അർബൻ ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, റിമോട്ട് ഏരിയാസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവര് അൺസേർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാങ്കിങ് സർവീസസ് എത്താത്ത ഏരിയസിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, റിമോട്ട് ഏരിയസിൽ പോയിട്ട് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്കും വില്ലേജ് ഏരിയയിലത്തെ ആൾക്കാർക്കും ബാങ്കിങ് സർവീസ് എത്തണം എന്നുകൊണ്ടുള്ള എയിമും ഇന്ന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചിട്ടുണ്ട്. ആൻഡ് അതേപോലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ ഈ UPI പേയ്മെന്റ് സിസ്റ്റം ഒക്കെ വന്നതോടുകൂടി തന്നെ ഫിനാൻഷ്യൽ പേയ്മെന്റ് സിസ്റ്റത്തിലൊക്കെ ഒരു ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു IPO ഇനീഷ്യൽ പബ്ലിക് ഷെയർസ് ഒക്കെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് കൊടുക്കുമ്പോൾ നമുക്ക് മണി ട്രാൻസാക്ഷൻ, മണിയൊക്കെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, SEBI UPI ഒരു പേയ്മെന്റ് ഓപ്ഷൻ ആക്കിയിട്ട് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് UPI-യിലൂടെ പേയ്മെന്റ് ട്രാൻസാക്ഷൻസ് നടത്താൻ ഒരു 1 lakh, ആദ്യം 1 lakh ആയിരുന്നു, പിന്നെ 2 lakh ആയി. ഇപ്പോൾ 2020-21 പീരീഡ് ആയപ്പോൾ അതൊരു 5 lakh വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ വോളിയം 5 lakh വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു UPI സ്റ്റാൻഡേർഡ്സ്, അതായത് QR കോഡിന് വേണ്ടിയിട്ടുള്ള UPI സ്റ്റാൻഡേർഡ് ഇറക്കിയത് ഭൂട്ടാൻ ആയിരുന്നു ഫസ്റ്റ് നേഷൻ. അതേപോലെ തന്നെ സിംഗപ്പൂരിന് ശേഷം ഈ UPI പേയ്മെന്റ് സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് നേഷൻ, സെക്കൻഡ് നേഷൻ ഏതാന്ന് ചോദിച്ചാൽ അപ്പൊ ഭൂട്ടാനാണ്. അപ്പൊ ഭൂട്ടാനാണ് UPIക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇറക്കുന്നത്. സിംഗപ്പൂരിന് ശേഷം ഈ UPI പേയ്മെന്റ് സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്ന സെക്കൻഡ് നേഷൻ എന്ന് പറയുന്നത് ഭൂട്ടാനാണ്. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ എന്താ നോക്കിയത്, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ സർവീസ് സെക്ടറിന്റെ ഒരു ഓവർവ്യൂ ആണ്, എത്രത്തോളം ഡെവലപ്പ് ആയി എന്നുള്ള രീതിക്കുള്ള ഒരു ഓവർവ്യൂ ആണ് നോക്കിയത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.